നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൂലികാനാമങ്ങളും അവരുടെ യഥാർത്ഥ പേരുകളുമാണ്. എഴുത്തുകാരുടെ തൂലികാനാമങ്ങളും അവരുടെ യഥാർത്ഥ പേരുകളുമാണ്. മലയാളം വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങളായി ഇവ പ്രതീക്ഷിക്കാം. കൂടുതലും മുൻകാല ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. VT എന്ന പേരിൽ അറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാട്. VT എന്ന പേരിൽ അറിയപ്പെടുന്നത് VT ഭട്ടതിരിപ്പാടാണ്. അതേസമയത്ത് KT എന്ന പേരിൽ അറിയപ്പെടുന്നത് KT മുഹമ്മദ് ആണ്. KT എന്ന പേരിൽ അറിയപ്പെടുന്നത് KT മുഹമ്മദ്. MD എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായർ. VT എന്നറിയപ്പെടുന്ന VT ഭട്ടതിരിപ്പാട്. KT എന്നറിയപ്പെടുന്നത് KT മുഹമ്മദ്. MD എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. EV എന്ന പേരിൽ അറിയപ്പെടുന്ന EV കൃഷ്ണപിള്ള. EV എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന EV കൃഷ്ണപിള്ള. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥ ആണ് ജീവിത സ്മരണകൾ. EV കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ജീവിത സ്മരണകൾ. അതേസമയത്ത് എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭൻ്റെതാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭൻ്റെതാണ്. അപ്പം 4 പഠിച്ചല്ലോ. VT ഭട്ടതിരിപ്പാട്, KT മുഹമ്മദ്, MD വാസുദേവൻ നായർ, EV കൃഷ്ണപിള്ള. 4 അടുത്ത് CV എന്ന പേരിൽ അറിയപ്പെടുന്ന CV രാമൻപിള്ള. CV എന്ന പേരിൽ അറിയപ്പെടുന്ന CV രാമൻപിള്ള. G എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് G ശങ്കരക്കുറുപ്പ്. G എന്ന പേരിൽ അറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. G എന്ന പേരിൽ അറിയപ്പെടുന്ന G ശങ്കരക്കുറുപ്പ്. CV എന്ന പേരിൽ അറിയപ്പെടുന്ന CV രാമൻപിള്ള. P എന്ന പേരിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. P എന്ന പേരിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. PK എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് PK നാരായണപിള്ള. PK എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് PK നാരായണപിള്ള. ഈ പറഞ്ഞ 4 കൂടി പഠിക്കുക. CV രാമൻപിള്ള. CV എന്നറിയപ്പെടുന്ന CV രാമൻപിള്ള. G ശങ്കരക്കുറുപ്പ്. P കുഞ്ഞിരാമൻ നായർ. P കുഞ്ഞിരാമൻ നായർ. P എന്ന പേരിൽ അറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. PK എന്ന പേരിൽ അറിയപ്പെടുന്നത് PK നാരായണപിള്ള. PK എന്ന പേരിൽ അറിയപ്പെടുന്നത് PK നാരായണപിള്ളയാണ്. അടുത്തത് SK എന്ന പേരിൽ അറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. SK എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. NV എന്നറിയപ്പെടുന്നത് NV കൃഷ്ണവാര്യർ. NV എന്ന പേരിൽ അറിയപ്പെടുന്നത് NV കൃഷ്ണവാര്യർ. SK പൊറ്റക്കാട്. സഞ്ചാര സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാട് എഴുതിയ ആദ്യത്തെ നോവലിൻ്റെ പേരാണ് നാടൻ പ്രേമം. SK പൊറ്റക്കാടിൻ്റെ ആദ്യ നോവലിൻ്റെ പേരാണ് നാടൻ പ്രേമം. നാടൻ പ്രേമം എന്നുള്ളത് SK പൊറ്റക്കാടിൻ്റെ നോവലാണ്. അതേസമയത്ത് പ്രേമലേഖനം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. നാടൻ പ്രേമം എഴുതിയത് SK പൊറ്റക്കാടാണ്. അരുണൻ എന്ന തൂലികനാമം ഉള്ളത് SK പൊറ്റക്കാടിനാണ്. SK പൊറ്റക്കാടിനാണ്. NV എന്നറിയപ്പെടുന്നത് NV കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. KC എന്ന പേരിൽ അറിയപ്പെടുന്നത് KC കേശവപിള്ള. KC എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? KC എന്ന പേരിൽ അറിയപ്പെടുന്നത് KC കേശവപിള്ള. കടമ്മനിട്ട എന്നറിയപ്പെടുന്ന രാമകൃഷ്ണൻ അല്ലെങ്കിൽ രാമകൃഷ്ണ പണിക്കർ. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കടമ്മനിട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന രാമകൃഷ്ണ പണിക്കർ. അടുത്ത MRB എന്നറിയപ്പെടുന്ന മുല്ലമംഗലത്ത്. R എന്ന് പറഞ്ഞാൽ രാമൻ, B എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാട്. MRB എന്നറിയപ്പെടുന്നത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് MRB എന്നറിയപ്പെടുന്നത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. കോവിലൻ VV അയ്യപ്പൻ. നമ്മൾ കോവിൽ എന്ന് പറയുമല്ലോ, കോവിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പൻ. കോവിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. കോവിലൻ VV അയ്യപ്പൻ. T ഉബൈദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റഹ്മാൻ എന്ന എഴുത്തുകാരൻ്റെ തൂലികാനാമമാണ് T ഉബൈദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റഹ്മാൻ. സുമംഗല എന്ന പേരിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാട്. ഇപ്പോൾ MRB എന്നറിയപ്പെടുന്നത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. കോവിലാണ് അയ്യപ്പൻ. അപ്പോൾ കോവിലൻ VV അയ്യപ്പൻ. T ഉബൈദ് അബ്ദുൾ റഹ്മാൻ. എന്നറിയപ്പെടുന്ന അബ്ദുൾ റഹ്മാൻ. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. അടുത്ത് നോക്കാം. വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് MK മേനോൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് MK മേനോനാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ എഴുതിയത് വിലാസിനിയാണ്. വിലാസിനിയുടെ ശരിയായ പേരാണ് MK മേനോൻ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കയർ എന്നതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ എഴുതിയത് തകഴിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ എഴുതിയത് വിലാസിനിയുടെ യഥാർത്ഥ പേര് MK മേനോൻ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ എഴുതിയത് തകഴിയാണ്. അപ്പോൾ വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് MK മേനോൻ. ഇനി പവനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായർ. അതാണ് പവനൻ. പവനൻ എഴുതിക്കുന്നതിൻ്റെ ആ അക്ഷരങ്ങൾ നോക്കി അറിയാം. പ എന്ന് പറഞ്ഞാൽ P എന്നുള്ളതിൻ്റെ പ, V എന്നുള്ളതിൻ്റെ വ, അടുത്ത് ന ഉണ്ടോ, പ വ ന. അതിൽ ആ 3 അക്ഷരങ്ങൾ നോക്കി അറിയാൻ പറ്റും. PV നാരായണൻ നായർ.
പി വി നാരായണൻ നായർ, അതാണ് പവനൻ. പി വി നാരായണൻ നായർ, പവനൻ. സഞ്ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം ആർ നായർ, സഞ്ജയൻ. മാണിക്കോത്ത് രാവുണ്ണി നായർ എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. എം ആർ നായറിലെ പൂർണ്ണമായിട്ടുള്ള പേര് മാണിക്കോത്ത് രാവുണ്ണി നായർ എന്നാണ്. അപ്പോൾ സഞ്ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം ആർ നായരാണ്. സഞ്ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് എം ആർ നായർ. അടുത്തത് വൈശാഖൻ എം കെ ഗോപിനാഥൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ, ഈ പറയുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈശാഖൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ. ഈ പറഞ്ഞ ആവർത്തിക്കട്ടെ. വിലാസിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ, വിലാസിനി എം കെ മേനോൻ. പവനൻ പി വി നാരായണൻ നായർ. സഞ്ജയൻ എം ആർ നായർ, സഞ്ജയൻ എം ആർ നായർ. വൈശാഖൻ എന്നറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ, വൈശാഖൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ. അടുത്ത എളുപ്പമാണ്. കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ്, കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോർജ് വർഗീസ് ആണ്. ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എം മാത്യു, ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എം മാത്യു. കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജോർജ് വർഗീസ് ആണ്. ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ എം മാത്യു, ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കെ എം മാത്യു. കുറ്റിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കുറ്റിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. സിനിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ, സിനിക്ക്. സിനിക്ക് എന്ന തൂലിക നാമം ഉള്ളത് എം വാസുദേവൻ നായർക്കാണ്. അപ്പോൾ കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ്, കാക്കനാടൻ ജോർജ് വർഗീസ്. ഏകലവ്യൻ, ഏകലവ്യൻ കെ എം മാത്യു, ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ എം മാത്യു. കുറ്റിപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കുറ്റിപ്പുറം എന്ന തൂലിക നാമം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. സിനിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായർ. പാല, പാല നാരായണൻ നായർ. പാല എന്ന പേരിൽ അറിയപ്പെടുന്ന പാല നാരായണൻ നായരാണ്, പാല നാരായണൻ നായരാണ് പാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെണ്ണിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, വെണ്ണിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെ കേരള തുളസീദാസൻ എന്നാണ് വിളിക്കുന്നത്. കേരള തുളസീദാസനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അപ്പോൾ പാല നാരായണൻ നായർ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇപ്പോൾ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. പ്രഥമ ഓടക്കുഴൽ അവാർഡ് ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെ കേരള തുളസീദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പാറപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി. പാറപ്പുറം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആൾ കെ ഇ മത്തായി. പാറപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി. ആശാ മേനോൻ എന്നറിയപ്പെടുന്ന കെ ശ്രീകുമാർ. ആശാ മേനോൻ ആരുടെ തൂലിക നാമം? കെ ശ്രീകുമാർ. വിലാസിനി ആരുടെ തൂലിക നാമം? വിലാസിനി എം കെ മേനോൻ്റെ തൂലിക നാമമാണ് വിലാസിനി. കെ ശ്രീകുമാറിൻ്റെ തൂലിക നാമമാണ് ആശാ മേനോൻ. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ആണ്. നെക്സ്റ്റ് ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് സി ഗോവിന്ദ പിഷാരടി. പിഷാരടി, സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന് വിളിക്കുന്നത്. ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് സി ഗോവിന്ദ പിഷാരടി. ചെറുകാട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സി ഗോവിന്ദ പിഷാരടി. കോഴിക്കോടൻ എന്നറിയപ്പെടുന്നത് അപ്പുക്കുട്ടൻ നായർ. കോഴിക്കോടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പുക്കുട്ടൻ നായരാണ്. കോഴിക്കോടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പുക്കുട്ടൻ നായർ. കോഴിക്കോടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അപ്പുക്കുട്ടൻ നായർ. സുരാസു എന്നറിയപ്പെടുന്നത് ബാലഗോപാലക്കുറുപ്പ്. സുരാസു എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗോപാലക്കുറുപ്പ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ഈ സംസാരിക്കുന്നതെല്ലാം. സുരാസു എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗോപാലക്കുറുപ്പ്. ഇടപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി. കോഴിക്കോടൻ എന്നറിയപ്പെടുന്ന അപ്പുക്കുട്ടൻ നായർ. സുരാസു ബാലഗോപാലക്കുറുപ്പ്. ഇടപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള. ചെറുകാട് സി ഗോവിന്ദ പിഷാരടി, കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ, സുരാസു ബാലഗോപാലക്കുറുപ്പ്, ഇടപ്പള്ളി രാഘവൻ പിള്ള. പിന്നെ നമ്മൾ പറഞ്ഞ വെണ്ണിക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. പാല എന്ന പേരിൽ അറിയപ്പെടുന്നത് പാല നാരായണൻ നായർ. പാറപ്പുറം കെ ഇ മത്തായി. ആശാ മേനോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ ശ്രീകുമാർ. ഇത്രയും തൂലിക നാമങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ തൂലിക നാമങ്ങളുണ്ട്, അത് മറ്റൊരു ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഒരു വീഡിയോയിൽ തന്നെ ഒത്തിരി ആകുമ്പോൾ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവശേഷിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുൻകാല ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തൂലിക നാമങ്ങളും അവരുടെ യഥാർത്ഥ പേരുകളും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക്